ഹലോ മക്കളെ വളരെയധികം സങ്കടത്തോടെയും വളരെയധികം ദേഷ്യത്തോടെയുമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. കാരണം നിങ്ങൾക്കറിയാം, കെമിസ്ട്രിയുടെ എക്സാം വളരെ ടൈറ്റായിരുന്നു. ക്വസ്റ്റ്യൻസൊക്കെ വളരെ തിരിഞ്ഞ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എത്ര പഠിച്ച കുട്ടിയായാലും ആ ഒരു സമയം കൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ്. അത് ആരെക്കൊണ്ടും സാധിക്കില്ല. ഓക്കെ, പക്ഷേ ഇപ്പോൾ ഏറ്റവും സങ്കടമാകുന്നത് അതുകൊണ്ടൊന്നുമല്ല. നമുക്ക് എക്സാമിന് വാല്യുവേറ്റ് ചെയ്യുന്ന സ്കീം അതിലും ബുദ്ധിമുട്ടാണ്. ഒരു ഫ്രീ മാർക്കുകളോ ഒരു കൺസിഡറേഷനോ തരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. ഓക്കെ, എന്തിനാണ് ഇങ്ങനൊരു ചതി നമ്മളോട് ചെയ്യുന്നത്? എന്തിനാണ് മോഡൽ എക്സാമുകളുടെ ഏതെങ്കിലും ബുദ്ധിമുട്ടാവണം. 1-2 ക്വസ്റ്റ്യൻസൊക്കെ A+കാരെ പിടിക്കാനൊക്കെ 1-2 ക്വസ്റ്റ്യൻസൊക്കെ ബുദ്ധിമുട്ടാവാം. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു എക്സാം അല്ല എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. നിങ്ങൾക്കും എന്താണെന്ന് അറിയില്ല. നിങ്ങളെ അഭിപ്രായം എന്ത് ചെയ്യുക? താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, എനിക്ക് പറയാനുള്ളത്, ഞാൻ ആരുമല്ല, ഞാൻ അത്ര ഫേമസ് ആയിട്ടുള്ള ആളൊന്നുമല്ല. ഞാൻ പറഞ്ഞാൽ ആര് കേൾക്കുമെന്ന് എനിക്കും അറിയില്ല. പക്ഷെ എന്നാലും ഇത് നിങ്ങളോട് പറയണം എന്നെനിക്ക് തോന്നി. ഓക്കെ, നമ്മളോട് എന്തിനാണ് ഇങ്ങനെ ഒരു വിവേചനം എന്ന് തന്നെ ഞാൻ ചോദിക്കും. കാരണം ഒരു വാല്യുവേഷനിൽ ചില ലിബറേഷനൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ആശ്വാസമാണ്, കുറച്ചെങ്കിലും നമുക്ക് മാർക്ക് കിട്ടും. പക്ഷേ ഇത് A+ ഒക്കെ ഒരുപാട് കഠിനാധ്വാനം ഉണ്ട് ഇതിൻ്റെ പിന്നിൽ. വെറുതെ പോയി എക്സാം എഴുതിയാക്കും. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത എക്സാമും സിമ്പിളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ തമ്മിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഭാവിയുള്ള അഡ്മിഷന്? ഓക്കെ, അപ്പോൾ വെറുതെ കിട്ടുന്നതല്ലല്ലോ. നമ്മൾ പഠിച്ച് ഒരുപാട് കുട്ടികൾ ഹാർഡ് വർക്ക് ചെയ്ത് പകലുകളും രാത്രികളൊക്കെ ഇരുന്ന് ഉറക്കമൊഴിച്ച് ഭക്ഷണമൊക്കെ ഒഴിവാക്കിയിട്ട് പഠിച്ചവരെ എനിക്കറിയാം. അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചവരെ എനിക്കറിയാം. അവർക്ക് പോലും നല്ല മാർക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇത് നേരത്തെ തന്നെ അറിയുന്നതാണെങ്കിൽ സ്കൂളിൽ ഇതിന് വേണ്ട ട്രെയിനിങ് കൊടുക്കണം. അതും കൊടുത്തിട്ടില്ല. സ്കൂളിൽ നമ്മൾ നോർമലായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അല്ലാതെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും, ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ഒന്നും പറഞ്ഞിട്ടും ഞാൻ അറിയുന്ന സ്കൂളുകളിലൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറയണ്ടേ ഇങ്ങനെയായിരിക്കും വരിക? ഒരു സൂചന ഏതെങ്കിലും ഒരു എക്സാമിന് അങ്ങനെ ഒരു സൂചന തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? നമ്മൾ അതിന് വേണ്ട പ്രിക്കോഷൻസ് ചെയ്യുമായിരുന്നു. ഓക്കെ, അപ്പോൾ വളരെയധികം സങ്കടമാണ്. ഇത് എത്ര പേര് അറിയും? ഇതിന് എന്തൊക്കെ മാറ്റങ്ങൾ? ടീച്ചേഴ്സ് എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ സ്കൂളത്തെ ടീച്ചറല്ല, ട്യൂഷനല്ല, ഏതും ആയിക്കോട്ടെ, എല്ലാ ടീച്ചേഴ്സും മക്കളെ നിങ്ങളുടെ കൂടെ തന്നെയാണ്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ മാക്സിമം ഷെയർ ചെയ്യുക. മക്കളെ എല്ലാവരുടെ അടുത്തേക്ക് എത്തിക്കുക. എല്ലാവരും അറിയട്ടെ ഈ ഒരു കാര്യം. എത്രത്തോളം ഇതെത്തുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക? എത്തിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണോ അത് കമൻറ്റ് ബോക്സിൽ എഴുതുക. കാണട്ടെ എല്ലാവരും. ഓക്കെ, ഇതിനെക്കുറിച്ച് അറിയാത്തവർ, ചിലവർക്കൊക്കെ ഇത് മാറ്റാൻ പറ്റുമായിരിക്കും. അങ്ങനെ മാറ്റാൻ പറ്റുന്നവർ എന്ത് ചെയ്യട്ടെ? ഈ ഒരു വീഡിയോ കാണട്ടെ. ഇപ്പം കണ്ടിട്ടേ കാര്യമുള്ളൂ. പിന്നെ മക്കളോടൊരു കാര്യം പറയാനുള്ളത്, അവരെന്ത് ചെയ്യും, എന്തൊക്കെയാണ് ഇനി സംഭവിക്കാമെന്നൊന്നും നമുക്കറിയില്ല. നിങ്ങൾക്ക് എക്സാം ടൈറ്റാണ്, നല്ല പോലെ ടൈറ്റ് ആണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു പ്രാവശ്യം കൂടി ആ ഒരു എക്സാം എഴുതേണ്ടി വരും. ഇത് നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയല്ല. എക്സാമോ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റോ എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടി വരും. കാരണം നമുക്ക് നല്ലൊരു ഭാവിയാണ് വേണ്ടത്. ആര് കാട്ടിയാലും നമ്മളെ ഭാവി എന്ത് ചെയ്യരുത്? കോളാവരുത്. നമ്മൾ അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ചിലപ്പോൾ എക്സാം എഴുതേണ്ടി വരും. അതും ഇതുപോലെ ടൈറ്റ് ആവുമെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും മക്കളെ നമ്മൾ തളരരുത് കേട്ടോ. എല്ലാവർക്കും മാർക്ക് കുറവായിരിക്കും, ചിലർക്ക് പ്രശ്നം ഉണ്ടായിരിക്കും. അയ്യോ ഞാൻ മാത്രം ജയിച്ചല്ലോ, എനിക്ക് മാത്രമാണല്ലോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾ ഒറ്റയ്ക്കല്ല മക്കളെ കേട്ടോ. നിങ്ങളൊപ്പം നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിങ്ങളെല്ലാ ടീച്ചേഴ്സും, ഞാനടക്കം എല്ലാ ടീച്ചേഴ്സും മക്കളെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ആരും വിഷമിക്കരുത്. ഓക്കെ, ഇനി മാർക്ക് കുറഞ്ഞ് ഞാനിപ്പോൾ തന്നെ ഇത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, മാർക്ക് കുറയുമ്പോൾ നിങ്ങൾക്ക് സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ അത് ചിലപ്പോൾ ഭയങ്കര പീക്കൊക്കെ ആയിട്ട് പോകും. അതൊന്നും ചെയ്യരുത് മക്കളെ. ഓക്കെ, നമ്മളെന്തായാലും ആ റിയാലിറ്റീനെ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. നമുക്ക് എന്തായാലും മാറ്റങ്ങൾ, നമ്മൾ പഠിച്ചെത്തിയാലേ നമുക്കിവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അങ്ങനത്തെ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരണം. ഓക്കെ, അതിന് നമ്മളവിടെ എത്തണം. അപ്പോൾ നമ്മളെ ഭാവിയിൽ എന്ത് ചെയ്യണം? അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, എന്തൊക്കെ വീഴ്ചകൾ, എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് വന്നാലും ആ പ്രശ്നങ്ങളൊക്കെ അടിപൊളിയായിട്ട് നേരിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. ഇനിയിപ്പോൾ നമുക്ക് മാർക്ക് കുറഞ്ഞു, നമ്മൾ തോറ്റു തന്നെ വിചാരിക്കട്ടെ, അടുത്ത എക്സാമിന് നമ്മൾ പക്കയായിട്ട് അവരൊരു മറുപടി കൊടുക്കും. അത് അത്രേ ഉള്ളൂ. ഓക്കെ, അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇത് അധികാരികൾ ആരായാലും വാല്യുവേഷനിൽ ചെറിയൊരു ലിബറലേഷൻ ചെയ്യുന്നത് അത് എല്ലാ ടീച്ചേഴ്സിൻ്റെ ആവശ്യമായിരിക്കും. ടീച്ചേഴ്സ് എല്ലാം കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, നിങ്ങളും സ്റ്റുഡൻസും കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത് കാണുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ
അതിനുള്ളൊരു ശ്രമം എല്ലാവരും നടത്തണം എന്നാണ്. എല്ലാവരും ഒരുമിച്ച് ശ്രമിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ ഒരു മാറ്റം ഉണ്ടാകാൻ പറ്റുള്ളൂ. അപ്പോൾ ടീച്ചേഴ്സ് ആയാലും എല്ലാവരായാലും ഹയർ അതോറിറ്റിക്ക് റിപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ കുട്ടികളെ ഭാവിയല്ലേ, നമ്മളും ആ വഴി വന്നവർ തന്നെയല്ലേ, അപ്പോൾ നമുക്കറിയാലോ. ഓക്കെ, അപ്പോൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് മക്കളെ, നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. വിഷമം അത് നമ്മൾ തരണം ചെയ്യണം. എല്ലാവർക്കും ഒരുപോലെയാണ്, അങ്ങനത്തെ ഒരു മൈൻഡ് വെച്ചാൽ മതി കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് എക്സാം, എല്ലാവർക്കും ഡയറ്റ് തന്നെയാണ്, എല്ലാവർക്കും മാർക്ക് കുറവാണ്. ഓക്കെ, അപ്പോൾ വിഷമിക്കരുത്. നമ്മൾ അടിപൊളിയായിട്ട് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും, നമ്മൾ ചെയ്യുന്ന മാക്സിമം ശ്രമിക്കും. അഥവാ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത എക്സാമിനൊക്കെ വേണ്ടി കുറച്ച് ദിവസം ഒന്ന് സ്പെൻഡ് ചെയ്ത് പഠിക്കുക. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല എങ്ങനെയാണ് നിങ്ങളുടെ മാർക്ക് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ഇത് മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവരുടെ അടുത്തേക്ക് എത്തട്ടെ, അറിയേണ്ട ആളുകളെല്ലാം ഇതറിയട്ടെ. ഓക്കെ.